മലമൂട്ടിൽ നിന്നൊരു മാപ്പിള മാലാഖ പോലൊരു പെൺപിള്ള. മലമൂട്ടിൽ നിന്നൊരു മാപ്പിള മാലാഖ പോലൊരു പെൺപിള്ള. ഇളം കാതടിച്ച നേരം. എന്തിനാ AC നോക്കി വേർക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട AC ബ്രാൻഡുകളുടെ ഒരു വൈഡ് റേഞ്ച് തന്നെ ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ആരുടെ അനുരാഗമല്ലിക നീ, ആരുടെ സ്വയംവര കന്യക നീ. കിളിക്കില്ല മണിയെന്ന് കിളിക്കില്ല പാടത്തിൻ മണിവിളക്കേ. പൂവ് പോലൊരു പുട്ടുണ്ടേ, പുട്ടിനൊരു കഥയുണ്ടേ. അജ്മിയുടെ പുട്ടുണ്ടേ, വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. Solar energy saves money, powers your home cleanly, and protects the earth for future generations. Make the switch today before it's too late. Sol Stella Private Limited, the complete solar solution company. സ്ഥിരമായിട്ട് ഏതോ ഒരു പ്രത്യേക ദിവസം മാളിയപ്പുറം ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ നിലയിൽ ടെറസിൽ ഇവിടെ മഹഫിലുണ്ടാവും. അതിന് മാളിയപ്പുറത്ത് പാട്ടെന്നാണ് പറയാൻ തോന്നുന്നു, അങ്ങനെ തോന്നുന്നു. അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ പാട്ട് പാടാൻ അറിയാവുന്നവരും അല്ലാത്തവരും ഒക്കെ കയറുന്ന പാടും. അങ്ങനെയാണ് ഉദ്ദേശമെങ്കിൽ ഞാനും പാടേണ്ടി വരും. പാട്ട് അറിയാവുന്നവർക്കും അറിയാവുന്നവർക്കും അല്ല, നമുക്ക് നന്നായിട്ട് പാടാൻ കഴിയും. പാട്ടുകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്ന കലാകാരന്മാരിൽ ഒരാളാണ്. പാട്ടിനെ കുറിച്ച് കാരണം ഇപ്പൊ ബാബുക്കയുടെ ഡീറ്റെയിൽസ് ചിലപ്പോൾ ക്വിസ് നടത്തിയത് ചിലപ്പോൾ സിദ്ദിഖും ഞാനും ഒക്കെ ചിലപ്പോൾ പരാജയപ്പെട്ടെന്നിരിക്കും. ചിലപ്പോൾ ഇല്ല, ഞാൻ പലപ്പോഴും സിദ്ദിഖിനോടാണ് സംശയം ചോദിക്കുന്നത്. ഇതിൽ ബാബുക്ക എന്ന് പറയുമ്പോൾ മമ്മൂക്കയുടെ മനസ്സിലുള്ള ബാബുരാജ്, മ്യൂസിക് ഡയറക്ടർ ബാബുരാജ്. ഒരുപക്ഷെ നമുക്ക് ഒരുപാട് കാലം ആദ്യമായിട്ട് ഇപ്പം നമ്മുടെ സിനിമകൾ മുഴുവൻ പാട്ട് ഹിന്ദി പാട്ടിൻ്റെയും തമിഴ് പാട്ടിൻ്റെയൊക്കെ പാട്ട് അനുകരണങ്ങളായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ കോപ്പിയായിരുന്നു. അതുപോലെ തന്നെ ട്യൂൺ ഇട്ടിട്ട് പാടുകയായിരുന്നു പണ്ട് സിനിമയിൽ. നീലക്കുയിൽ അതിലേതൊരു പാടും എനിക്ക് ഉറപ്പില്ല. രാഘവൻ മാസ്റ്ററാണ് ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഡയറക്ടറായിട്ട് വന്നതെന്നാണ് എൻ്റെ ഓർമ്മ. ശരിയാണെന്ന് എനിക്കറിയില്ല. അതുവരെ മുഴുവൻ ഇവരൊക്കെ പാരഡി ചെയ്യുമ്പോൾ എഴുതും. അതിനുശേഷം അപ്പോൾ അതാണ് ആ കൂട്ടത്തിൽ അതിനുശേഷവും അതേ സമയത്തുള്ള അവരുടെ സമകാലികനായിട്ടാണ് ബാബുരാജ് വരുന്നത്. അവരതിന് വലിയ ഹിസ്റ്ററി ഉണ്ട്. മലയാളിയല്ല, അതിന് പേര് ശരിക്കുള്ള വേറെ എന്തോ ആണ്, സിദ്ദീഖെന്നോ അങ്ങനെ എന്തൊരു പേരാണ്. കൽക്കട്ടയിൽ നിന്നാണ് വന്നത്. കൽക്കട്ടയിൽ നിന്ന് എവിടെ നിന്ന് വന്ന അദ്ദേഹത്തിൻ്റെ ഫാദർ അങ്ങനെ വന്ന് ഇവിടെ നാട്ടിലൊക്കെ പാട്ടുപാടി നടന്നിട്ട് പിന്നെ ഇങ്ങനെ മ്യൂസിക് ഡയറക്ടറായി വന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിലെ മെഹബൂബ് അങ്ങനെയായിരുന്നു. ബാബുരാജ് പാട്ടുകാരനായിരുന്നു, പിന്നെയാണ് മ്യൂസിക് ഡയറക്ടർ. ബാബുരാജിന് കൂടുതലും മലയാള സിനിമയിൽ നമുക്ക് കേൾക്കാൻ തുടങ്ങിയ ഹിന്ദുസ്ഥാനി സംഗീതം ഒരുപക്ഷെ ബാബുരാജിൻ്റെ ആണ് ആരംഭം. ഒരുപാട് പാട്ടുകൾ ഹിന്ദുസ്ഥാനി സംഗീതമാണ്. നമ്മൾ ആ ട്യൂണുകൾ വേറെ നമ്മുടെ ക്ലാസിക്കൽ നമ്മുടെ ഒരു ശാസ്ത്രീയ കർണാടക മ്യൂസിക്കുമായിട്ടുള്ള ബന്ധങ്ങളില്ല, ഇവിടുത്തെ പാട്ടുകളുമായിട്ടും ഇല്ല. ഈ ബാബുക്കയുടെ പാട്ടുകളുടെ ഫീൽ എന്ന് പറയുന്നത് ഒരിക്കലും മരിക്കാത്ത ഒരു ഫീലാണ്. ഹിന്ദുസ്ഥാനി സംഗീതം എന്ന് പറയുമ്പം അത് മലയാളത്തിലേക്ക് പറിച്ച് നട്ടപ്പോൾ ഉള്ള ഫീലിംഗ് ചിലപ്പോൾ വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ ദേവദാരും നിൻ തണലിലുറങ്ങും താപസകന്യക നീ സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ പ്രേമ പൂജ പുഷ്പവുമായി പാട്ടിൻ്റെയൊക്കെ ബാബുരാജ് തന്നെ പാടിയ ഹാർമോണിയത്തിലെ പാട്ടിൽ കേട്ടു. അയ്യോ, എന്തോരം സ്വര
സ്ഥാനങ്ങളാണ് പാടി വിടുന്നത്. അതെ 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 അത് റോയാണ് ബാബുക്ക പാടുമ്പോൾ വോയിസ് കോൺഷ്യസ് അല്ല പുള്ളിയുടെ ശബ്ദം. പുള്ളി ഒരുപാട് സിനിമ പാടിയിട്ടുണ്ട്. അട്ടെപ്പോട്ടെ ഈരിക്കട്ടെ ലൈല എന്നൊക്കെ പറഞ്ഞൊരു പാട്ട്. മെഹബൂബാണെന്നുള്ളു ബാബുക്ക പാടി കുറെ പാട്ടുകൾ മെഹബൂബ് പാടിയിട്ടുണ്ട്. അല്ലാതെ നമുക്ക് ഈ കോമ്പിനേഷൻ നല്ലതായി. മെഹബൂബും ബാബുരാജും ബാബുക്ക പാടിയ തകർന്ന കിനാവിന്റെ മയ്യത്ത് കെട്ടിപ്പിടിച്ചു കരയുന്ന പെണ്ണെ, കെട്ടിപ്പിടിച്ചു കരയുന്ന പെണ്ണെ. മലർമണം മാഞ്ഞില്ല, മധുവീതു തീർന്നില്ല, മണവാളനങ്ങു മറഞ്ഞു പോയി. മരണത്തിൻ മണിയേറ അതാണ് ബുദ്ധി. മരണത്തിൻ മണിയേറ തന്നിലേക്കല്ലാഹു മാലനെ മാത്രം മടക്കി വിളിച്ചു. സ്ഥിതിക്ക് അതേപോലെ എനിക്ക് രാഗങ്ങളെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. എന്നാൽ പോലും ആർക്കുമില്ല. എന്നാൽ പോലും ഈ ഒരു രാഗത്തിൽ തന്നെ പരസ്പരം കോപ്പി അടിക്കാതെ ഡയറക്ടേഴ്സ് ചെയ്തിട്ടുള്ള ഹിന്ദിയിൽ എനിക്ക് തോന്നുന്നു SD ബർമൻ ആണെന്ന് തോന്നുന്നു. ഈ പാട്ട് ഞാൻ പാടുമ്പോൾ മലയാളത്തിൽ അതിന്റെ പാട്ട് സിദ്ദിഖിന് പറയാൻ കഴിയും, നമുക്കും പറയാൻ കഴിയും. എന്നാലും പറയാൻ പറ്റും. എന്തിനാ AC നോക്കി വേർക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട AC ബ്രാൻഡുകളുടെ ഒരു വൈഡ് റേഞ്ച് തന്നെ ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. അത് വേറെ പാട്ടുണ്ട്. വേറെ പാട്ടുണ്ടല്ലോ. ഒരുപാട് പാട്ടുകൾ ചൂട് പിടിച്ചിട്ട് അങ്ങനെ പലതും വന്നിട്ടുണ്ട്. ഭജനം രൂപമായി ഉണ്ടായി. സിനിമയിൽ ആരാ പാടി അഭിനയിക്കുന്നത്? വയലാർ രാമോഹൻ. പുതിയ ആപാടെ സ്ത്രീ വന്നൊരു സിനിമയാണ്. കുറേ നേരം ഒരു പാട്ടിന്റെ ഒരു ഇതിലേക്ക് വന്നില്ല. കുറച്ച് പാട്ട് അത് ഓളമുള്ള പാട്ട്. ഇത് തട്ടാൻ പറ്റും. അപ്പൊ സിദ്ദിഖ് ഒരു ഓളമുള്ള പാട്ട്. ബാബുരാജിന്റെ കാര്യം ഈ ബാബുരാജിന്റെ കാര്യമാണ്. അല്ല, നമുക്കൊരു ഓളം വേണമെന്നാ മറ്റേ ശരി. അല്ല, അതിനു മുമ്പ് വിരലൊന്നും. ഇത് ശരിക്കും ഫീമെയിൽ സോങ് ആണ്. പീലിയിലെ പാടിയ പാട്ടാണ്. ഡോക്ടർ എന്ന് പറഞ്ഞ സിനിമയിൽ പാട്ട്. അതിലൊരു കിസ് ഉണ്ട്, നമുക്ക് പറയും. അല്ല പാട്ട് പാടും. വിരലൊന്നു മുട്ടിയാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളെ ആനന്ദമാകുകയിൽ ഞാനറിഞ്ഞാടും ഗാനം നിർത്തരുതേ, ഞങ്ങളുടെ ഗാനം നിർത്തരുതേ. വിരലൊന്നു മുട്ടിയാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളെ ആനന്ദമാകുകയും ഞാനറിഞ്ഞാടുമ്പോൾ ഗാനം നിർത്തരുതേ, നിങ്ങളുടെ ഗാനം നിർത്തരുതേ.
മലർക്കാവുകളിൽ വള്ളികളിൽ ഉയലാടും തെന്നലേ തെന്നലേ തുല്യമുളം കാടുകളിൽ നല്ല കലം പാടി വരും തെന്നലേ തെന്നലേ പള്ളി മലർക്കാവുകളിൽ വള്ളികളിൽ ഉയലാടും തെന്നലേ തെന്നലേ. ഹരമുള്ള പാട്ടുകൾ വേണമെന്നുള്ള സത്യം മാഷ് പാലാട്ട് കോമനിൽ പാടിയ ഒരു ഗംഭീര പാട്ടുണ്ട് ബാബുക്കേടെ. അമ്മ ആ നല്ല വിശപ്പുണ്ട്, എന്താ കഴിക്കാനുള്ള? ചിക്കൻ കറിയുണ്ട്. ആഹാ, ചിക്കൻ കറിയാ? ഒന്ന് കഴിച്ചു നോക്കിയേ. സ്പെഷ്യൽ ചിക്കൻ കറിയാണല്ലോ. അമ്മ അമ്മ എവിടെ? എനിക്കെങ്ങനെ അറിയാം? നിങ്ങൾ തമ്മിലല്ലേ വഴക്ക്? നീയല്ലേ അവളോട് വീട്ടിൽ പോകാൻ പറഞ്ഞേ? അവൾക്ക് ഇഷ്ടമുള്ള ചിക്കൻ കറിയാ, ഞാൻ അവളോട് വരാൻ പറഞ്ഞു. അജ്മി ചിക്കൻ മസാല, വിളമ്പാം ചിക്കൻ കറിയുടെ നല്ല സ്പൈസി വിശേഷം. മനസ്സിനകത്തൊരു പെണ്ണ് മയിൽപീലി കണ്ണ് മാമ്പുള്ളി ചോണന്ന് നീയാസകല പൊണ്ണ്. മനസ്സിനകത്തൊരു പെണ്ണ് മയിൽപീലി കണ്ണ് മാമ്പുള്ളി ചോണന്ന് നീയാസകല പൊണ്ണ്. മനസ്സിനകത്തൊരു പെണ്ണ്. മാപ്പിളപ്പെട്ടായിപ്പോയി. പാട്ടില് ഡോക്ടറിലാണ്. സത്യനാണ് ഹീറോ. സത്യനാണ് ഹീറോ. പക്ഷെ ഡോക്ടർ നാടകത്തിൽ ഉമ്മറാണ് ഹീറോ. അതെ അതെ. അതിനകത്ത് ഈ പാട്ടുപാടി അഭിനയിക്കുന്നത് ശാന്തി എന്ന് പറയുന്നത് വളരെ പ്രഗത്ഭരായ ഒരു നടിയാണ്. ഇപ്പുറത്ത് വീണ വായിക്കുന്ന അവരുടെ കാമുകനുണ്ട്. ആ കാമുകനായിട്ട് അഭിനയിക്കുന്ന നടൻ നമുക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാളാണ്. മലയാളത്തിൽ ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള നടന്റെ അച്ഛനാണ്. പക്ഷെ ആ ഛായ ഈ നടന്റെ മകനുണ്ട്. അതെ, കൃത്യമായിട്ട് അതുപോലെ പകർത്തി വെച്ചിട്ടുണ്ട്. മുകേഷ്. മുകേഷിന്റെ അച്ഛനാണ് ഓമാധവൻ. ഓമാധവനാണ് ആ സീരിയൽ അഭിനയിച്ചിട്ടുള്ളത്. ഓമാധവൻ സാർ ഇപ്പൊ ഇല്ല, നമ്മളോടൊപ്പം ഇല്ല. അപ്പൊ ഓമാധവൻ സാറിന്റെ അതേ ഛായയാണ് മുകേഷിന്റെ മകന് ശ്രാവൺ. അതെ അതെ, ഇതില് എല്ലാ പാട്ടുകളും ഹിറ്റാണ്. ജയരാമാഷല്ലേ ആ സത്യനും ശീലയും കൊണ്ടുള്ള പാട്ട്. അതെ 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 അതെ. കൽപ്പനയാകും യമുനാ നദിയുടെ അക്കരെ 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 അക്കരെ. കൽപ്പനയാകും യമുനാ നദിയുടെ അക്കരെ 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 അക്കരെ. വേറെ പാട്ടുണ്ട്. കൊട്ടാരം Traditional electricity burns fossil fuels, pollutes the planet, inflates your bills, and drains your wallet. But solar energy saves money, powers your home cleanly, and protects the earth for future generations. Make the switch today before it's too late. Solstella Private Limited, the complete solar solution company. ഇനി ചില ഇൻഫർമേഷൻ ഇതിനകത്തുള്ള വേറെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടുണ്ട്. മുഴുവൻ പാടാൻ പറ്റില്ല, അത്ര ടഫായിട്ടുള്ള സോങ്. കിനാവിന്റെ കുഴിമാടത്തിൽ നിലാവത്ത് നിൽപ്പോളേ, ആ പാട്ട്. പക്ഷെ വേറൊരു പാട്ട് എല്ലാവർക്കും അറിയാം, വേണമെങ്കിൽ ശ്രദ്ധിക്കുന്നത് നന്നായിട്ട് പാടാം. വണ്ടി വണ്ടി നിന്നെ വണ്ടി വണ്ടി നിന്നെ പോലെ വയറിലേക്കും കയ്യിൽ വരുന്നത് കായാണേ കായാണേ. വണ്ടി 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 നിന്നെ പോലെ വയറിലേക്കും തീയാണ് തെണ്ടി നടന്നാൽ രണ്ടുപേർക്കും കയ്യിൽ വരുന്നത് കായാണേ കായാണേ. വണ്ടി എന്താ പറയുക, ഈ പറഞ്ഞ പോലെ മെഹഫിൽ നിന്ന് വന്ന ആളാണ് മെഹബൂബ്. അതെ, മെഹബൂബിനെ പറ്റി ഒരു ചെറിയ കഥയുണ്ട്. മെഹബൂബ് ഇടക്കിടക്ക് ഇങ്ങനെ ആൾക്കാരുടെ കൂട്ടത്തിലൊരു പാട്ട് പാടും, എവിടെയും പാടും. മെഹബൂബിന് അങ്ങനെ സ്റ്റേജ് വേണമെന്നില്ല. ഇങ്ങനെ ഒരിക്കൽ പാടിക്കൊണ്ടിരുന്നപ്പോൾ മെഹബൂബ്
ഈ മെഹബൂബിൻ്റെ പാട്ടുകൾ മാത്രമേ പുള്ളി പാടുന്നുള്ളൂ. അപ്പോൾ ആരോ ഒരാൾ ചോദിച്ചു, ഇപ്പോൾ പരിചയമില്ലാത്ത സ്ഥലത്താണ് പുള്ളി പാടുന്നത്, ചോദിച്ചു നിങ്ങളെന്താ യേശുദാസിൻ്റെയും കമ്മകരുടെയും ഒന്നും പാട്ട് പാടാത്തത്? അവരൊന്നും പാടാൻ എനിക്ക് അറിയില്ല, മെഹബൂബിൻ്റെ പാട്ട് മാത്രമേ എനിക്ക് അറിയാവുള്ളൂ. എന്താ, ഞാനാണ് മെഹബൂബ്. ചാർലി ചാപ്ലിൻ്റെ കാര്യം പറഞ്ഞ പോലെ. പക്ഷേ മെഹബൂബ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട പാട്ട് ഉള്ളിൽ കടന്നു കല കൊള്ളയടിക്കും നിന്നെ കള്ളിപ്പെണ്ണെന്നു വിളിക്കും, നിന്നെ ഞാൻ കള്ളിപ്പെണ്ണെന്നു വിളിക്കും, ആടാനും വരില്ലന പാടാനും വരില്ലന പാടത്തെ പച്ചക്കിളിയേ, ചൊല്ലിടാം പാടത്തെ പച്ചക്കിളിയേ, മാടാനും കിളിക്കില്ല മണിയെന്നും കിളിക്കില്ല പാടത്തിൻ മണി വിളക്കേ, നിന്നെ ഇതേ പാട്ട് മെഹബൂബിന് വളരെ പോപ്പുലർ ആയിട്ടില്ലേ? നീയല്ലാതാരുണ്ട് എന്നോട് കേട്ടില്ലേ? കത്തെഴുതാൻ നീയല്ലാതാരുണ്ട് എന്നോട് നിത്യം നിത്യം കത്തെഴുതാൻ അങ്ങനെയല്ല, കിട്ടിയില്ല ഇപ്പൊ ഒരുപാട് പേര് മറ്റേ ഇവളൊക്കെ ചെത്തനൊക്കെ പാടി. ശരി, എനിക്ക് പാടാനൊന്നും കൂടെ അത്രേ ഉള്ളൂ. കണ്ടമ്പ ചോട്ടിലെ മറ്റേ പാട്ട് ഓർമ്മയില്ല? നീലി സാലി എന്ന് പറഞ്ഞ പടത്തിന്റെ കഥയായിരുന്നു. നീലിയും സാലിയും പിന്നെ വില്ലനും ഉണ്ട്. ആ, ബഹദൂർ ഖാൻ ഹീറോ, BS സരോജ മറ്റെയാണ് ഹീറോയും, SP പിള്ള വില്ല. ഉദയയുടെ സിനിമ. ആ, ഉദയയുടെ സിനിമ അത് ഫ്ലോപ്പാണ്, പക്ഷെ അത് ഭയങ്കര അത്ഭുതം. ഞാൻ കണ്ടിട്ടുണ്ട് സിനിമ. അത് അന്നത്തെ കാലത്തൊക്കെ ഭയങ്കര റെവല്യൂഷണറി സിനിമയല്ലേ. ഫാമിലിസും സത്യനും ഒക്കെ ഉള്ള സമയത്താണ് ഈ രണ്ടുപേരെ വെച്ച് പടം എടുത്തത്. അതും ലവ് സ്റ്റോറി. വേറെ പാട്ടുകളൊക്കെ ഉണ്ട്, ഒരുപാട് പാട്ടുണ്ട്. നല്ല പാട്ട്. നോട്ടക്കണ്ണിട്ട് നോക്കും വീട്ടിലെന്ത് വർത്താനം കാക്കേ, പൂവാലനായി ഓട്ടക്കണ്ണിട്ട് നോക്കും കാക്കേ, വീട്ടിലെന്ത് വർത്താനം കാക്കേ. ബാബുക്കയുടെ ആദ്യത്തെ കവാലി നമുക്ക് വേണമെങ്കിൽ പാടാം. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, പഞ്ചസാര വാക്കുകൊണ്ട് കൊഞ്ചി വന്ന പെണ്ണേ, ആ കൊഞ്ചി വന്ന പെണ്ണേ, കൊഞ്ചി വന്ന പെണ്ണേ, ആ കൊഞ്ചി വന്ന പെണ്ണേ, പഞ്ചസാര വാക്കുകൊണ്ട് സിനിമയായിരുന്നു. പക്ഷേ അതായിരിക്കും മലയാളത്തിൽ ആദ്യം ഇറങ്ങിയ ഒരു ഫുൾ സ്ട്രക്ചറുള്ള സസ്പെൻസ് ഡിറ്റക്റ്റീവ് കഥ. ഭയങ്കര അത്ഭുതമാണ്. അന്നൊക്കെ ഞാനൊരു വൈക്കത്തഷ്ടമിക്ക് ആ സിനിമ കാണാൻ പോയത്. സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ പോകുന്നത്. വൈക്കത്തഷ്ടമിക്ക് നമുക്ക് പോകാൻ വഴിയില്ല, പക്ഷേ അഷ്ടമി കണ്ട് ഈ സിനിമ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. കറുത്ത കൈ. എന്നിട്ട് ഞാനും ഈ കൂട്ടുകാരനും കൂടെ കറുത്ത കൈയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സ്കൂളിൽ ഇൻ്റർവെൽ സമയത്ത്. ഞാൻ മറ്റേ നസീറിൻ്റെയും മറ്റേ ഓടിച്ചെടുത്ത് നോക്കിയിട്ട് അങ്ങനെ എന്തോ അവിടെ തിക്കുറിശി അറിയണം. മറ്റേ സാധനം എടുത്ത് മാറ്റുമ്പോൾ ഇപ്പോഴൊക്കെ നമുക്കറിയാം ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ. പണ്ടൊന്നും മനസ്സിലായിട്ടില്ല. KP ഉമറും മറ്റേ ഇത് വെച്ച് വന്ന പോലെ പക്ഷെ അന്ന് ഉമ്മുക്കാരെ മനസ്സിലായില്ല, നമുക്ക് ആർക്കും ഓർമ്മയില്ല. ഞെട്ടിപ്പോയി. ഉമ്മ സിനിമ. എന്തിനാ AC നോക്കി വേർക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട AC ബ്രാൻഡുകളുടെ ഒരു വൈഡ് റേഞ്ച് തന്നെ ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ഈ ബഹദൂർ ഖാൻ സച്ചു ആണെന്ന് തോന്നുന്നു. ഒരാൾ അല്ല, അത് സിനിമ ഏതാണ്? ബഹദൂർ ഖാൻ സച്ചുവായിട്ട് അഭിനയിക്കുന്ന പടം ഇനി എൻ്റെ സ്കൂൾ മാസ്റ്റർ. ഒരു ഹീറോയിൻ പടമാണ്. നമ്മൾ സുബൈദയുടെ മകളായിട്ടാണ് സച്ചു അഭിനയിക്കുന്നത്. അപ്പോൾ അത് പ്രേമനവാസ് സാർ അഭിനയിക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റിൽ നല്ലനാരിൻ തീരത്ത് ഓരത്ത് എനിക്ക് ട്യൂണ് കിട്ടുന്നില്ല. ആ ട്യൂൺ ആ പടത്തിൽ ഫിലോമിന വലിയ റോൾ ചെയ്തത്. ഓ ശരി. ഫിലോമിന വലിയ റോളാണ്. അതിനകത്ത് SA ഫരീദാണ് ഇവരെ എടുത്തു പറഞ്ഞ ഫിലോമിന ഭർത്താവ്. SA ഫരീദാണ് എന്നെ സിനിമയിൽ കൊണ്ടുവന്ന ഒരാളാണ്. ഈ സിനിമ നല്ല രസമുണ്ട്. മറ്റേ
പാട്ടൊക്കെ പാടി അന്ന് ചെറിയ പ്രേംനവാസാണ് സുബൈദ പേരെ മസാറില്ലേ ഹീറോ. അതെ അതെ. കണ്ടം വെച്ച കൂട്ട് സുബൈദ മറ്റേ പാട്ടില്ലേ അതും ബാബുരാജ് വന്നു. ഖദീജ കൺമണി അല്ലല്ല അത് ഖദീജയാണ്. അത് കുട്ടിക്കുപ്പായ. അത് കുട്ടിക്കുപ്പായ. കുട്ടിക്കുപ്പായത്തിലാണ് പൊന്മളയില്ലെങ്കിലും. ഇത് സുബൈദയിലെ പാട്ട് കൺമണി നീയൻ അല്ലല്ല അത് അതിൽ തുടങ്ങുന്ന ഖദീജ ഇത് പൊന്മളയില്ലെങ്കിലും പൊന്നാടയില്ലെങ്കിലും കുട്ടിക്കുപ്പായ. സുബൈദയിലെ പാട്ടേതാ അഹമ്മദ് സാർ പാടുന്ന പാട്ട് അല്ലാഹുവെ തന്നെ മറക്കില്ല. അതാണ് കുട്ടിക്കുപ്പായ. പൊൻവളയില്ലെങ്കിലും പൊന്നാടയില്ലെങ്കിലും കുടലൊന്നും പൊന്നി അല്ലാഹു വെച്ചതാം അല്ലലൊന്നില്ല. ഭയങ്കര ഫിലോസഫിയാണ്. അല്ലാഹു വെച്ചതാം അല്ലലൊന്നില്ല. അല്ലാഹുവെ തന്നെ മറക്കില്ലേ. എല്ലാവർക്കും എപ്പോഴും എല്ലാം തികഞ്ഞ സ്വർലോകത്തിനെ വെറുക്കി നമ്മൾ സ്വർലോകത്തിനെ വെറുക്കി. പൊൻവളയില്ലെങ്കിലും പൊന്നാടയില്ലെങ്കിലും പൊന്നിൻ തുടമെന്നും ദേവരാജ മാഷ്. സൂപ്പർ പാട്ടുകളല്ലേ. അയ്യോ എല്ലാം സൂപ്പർ ഹിറ്റാണ്. ഓ അന്ന് ആ പാട്ട് പാടാത്തവരുണ്ടോ? അന്ന് ഒരു വിധത്തിൽ ആൾക്കാരെ കിട്ടൂല. സ്വർണ്ണത്താമരയിതളിലുറങ്ങും കൺവത പോവന കന്യകേ ആരുടെ അനുരാഗമല്ലി ആരുടെ സ്വയംവര കന്യകി. സ്വർണ്ണത്താമരയിതളിലുറങ്ങും കൺവത പോവന കന്യകി ആരുടെ അനുരാഗമല്ലി ആരുടെ സ്വയംവര കന്യകി. വേറെ ഒരു പാട്ടുണ്ടായിരുന്നു ദാസന്റെ സോളം ശംഖുപുഷ്പം പുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെയോ മകളും ശാരദ സന്ധ്യകൾ മരവുരി നൊറിയുമ്പോൾ ശകുന്തളേ നിന്നെയോ മകളും ശകുന്തളേ ശകുന്തളേ. അടുത്ത മറ്റേ നമുക്ക് പറഞ്ഞ മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളിമാനേ ആരോടും പറയരുതീ കരമാനേ പുള്ളിമാനേ. മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളിമാനേ ആരോടും പോയി പറയരുതീ കരമാനേ പുള്ളിമാനേ. ഈ മമ്മൂക്കാരെ അറിയാത്തൊരു കാര്യം പറയാം. ജയൻ നല്ല അസലായിട്ട് പാടുന്ന ഒരാളാണ്. ഞാൻ പഠിക്കൂ. ജയന്റെ പാടൊക്കെ കേട്ടിട്ടുണ്ടാവും. അമ്മ ആ നല്ല വിശപ്പുണ്ട്. എന്താ കഴിക്കാനുള്ള? ചിക്കൻ കറി ഉണ്ട്. ആഹാ ചിക്കൻ കറിയാ? ഒന്ന് കഴിച്ചു നോക്കിയേ. സ്പെഷ്യൽ ചിക്കൻ കറിയാണല്ലോ. അമ്മ അമ്മ എവിടെ? എനിക്കെങ്ങനെ അറിയാം? നിങ്ങൾ തമ്മിലല്ലേ വഴക്ക്? നീയല്ലേ അവളോട് വീട്ടിൽ പോകാൻ പറഞ്ഞ? അവൾക്ക് ഇഷ്ടമുള്ള ചിക്കൻ കറിയാ. ഞാൻ അവളോട് വരാൻ പറഞ്ഞു. അജ്മി ചിക്കൻ മസാല. വിളമ്പാം ചിക്കൻ കറിയുടെ നല്ല സ്പൈസി വിശേഷം. ആദ്യകരണങ്ങൾ എനിക്ക് മസാറിന് ഞാൻ ആരാധന പണ്ടേ. മസാറിൻ്റെ പാട്ടുകൾക്ക് എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മ വരും. മസാറിൻ്റെ അന്നത്തെ കാലത്ത് ഒരു പാട്ടുണ്ട് ആദ്യകരണങ്ങൾ. ഓർമ്മ ഉണ്ടായിരുന്നു? പിന്നെ ഇതാണ് മലമൂട്ടിൽ നിന്നൊരു മാപ്പിള മാലാഖ പോലൊരു പിള്ള. മലമൂട്ടിൽ
ഭാർഗവി നിലയം തന്നെ ഒരു ടോപ്പിക് ആക്കുന്നത്. റിപ്പീറ്റേഷൻ വിഷയം അതെ, ആവർത്തനങ്ങളില്ല. ആദ്യത്തെ പിന്നെ അവസാനം മാത്രമേ തുടങ്ങി അങ്ങനെ തീരുള്ളൂ. ബാക്കിയെല്ലാം ഒറ്റടി. അല്ല അതിന് കയറി 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 പോണം. അതിലെ എല്ലാ പാട്ടും സൂപ്പർ. ഏകാന്തതയുടെ അപാരതീരം, ഏകാന്തതയുടെ അപാര